മലയാളം സർവകലാശാല ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് കെ.ടി. ജലീലിന്റെ വെല്ലുവിളി ഏറ്റെടുക്കാനാകാതെ ലീഗ് നേതൃത്വം. പി.കെ. ഫിറോസിന്റെ ആരോപണങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കൂ എന്നായിരുന്നു ജലീലിന്റെ വെല്ലുവിളി. എന്നാൽ ഇതുവരെയും നിയമസഭയിൽ ലീഗ് എം.എൽ.എമാർ ഈ വിഷയം ഉയർത്തിയില്ല. ആരോപണങ്ങൾ തിരിച്ചടിക്കുമെന്ന ആശങ്കയിലാണ് ലീഗ് നേതാക്കൾ. ഭൂമി കണ്ടെത്തിയതും വില നിശ്ചയിച്ചതും UDF ഭരണകാലത്തായിരുന്നു. അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് കെ.ടി. ജലീൽ നടത്തിയ വെളിപ്പെടുത്തലുകളെ തുടർന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസ് മുസ്ലിം ലീഗിൽ കൂടുതൽ ഒറ്റപ്പെടുകയാണ്. ലീഗിന്റെ ഒരു നേതാക്കളും ഫിറോസിനെ ന്യായീകരിക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. ലീഗിലെ എതിർചേരികളിൽ നിൽക്കുന്ന പി.കെ. കുഞ്ഞാലിക്കുട്ടിക്കും കെ.എം. ഷാജിക്കും ഈ വിഷയത്തിൽ ഒരേ അഭിപ്രായമാണ്. ഫിറോസിന്റെ വിഷയം ഫിറോസ് തീർക്കട്ടെ എന്നാണ് രണ്ട് നേതാക്കളുടെയും നിലപാട്. അതേസമയം താൻ പെട്ട കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ഫിറോസ് ജലീലിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന മലയാള സർവകലാശാല ഭൂമി ഇടപാട് ലീഗിനെ തിരിഞ്ഞുകൊത്തുകയാണ്. വിഷയം നിയമസഭയിൽ ഉന്നയിക്കാൻ ജലീൽ ലീഗ് നേതൃത്വത്തെ വെല്ലുവിളിച്ചിരുന്നു. 17.5 കോടിയുടെ അഴിമതി നിയമസഭയിൽ ഉന്നയിക്കാൻ ലീഗ് നിയമസഭാ പാർട്ടി ലീഡർ പി.കെ. കുഞ്ഞാലിക്കുട്ടിക്കും തിരൂർ എം.എൽ.എ. കുറുക്കോളി മൊയ്തീനും ധൈര്യമുണ്ടോ എന്നായിരുന്നു ജലീലിന്റെ വെല്ലുവിളി. ചങ്കൂറ്റമുണ്ടെങ്കിൽ ഇക്കാര്യങ്ങൾ അഴിമതി ആരോപണമായി സഭയിൽ എഴുതി കൊടുക്കാൻ ലീഗ് സന്നദ്ധമാകണം. നേർക്കുനേർ നിന്ന് സഭയിൽ തെളിവുകൾ നിരത്തി ലീഗിന്റെ തൊലിയൊരുക്കുമെന്നും ജലീൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ ലീഗ് നേതൃത്വം തയ്യാറായിട്ടില്ല. സഭയിൽ ചർച്ചയായാൽ ലീഗിന് വലിയ ക്ഷീണമാകുമെന്ന് നേതൃത്വം വിലയിരുത്തുന്നു. കാരണം മലയാള സർവകലാശാലയ്ക്ക് ഭൂമി കണ്ടെത്തിയതും വില നിശ്ചയിച്ചതുമെല്ലാം UDF ഭരണകാലത്തായിരുന്നു. ലീഗ് നേതാവ് പി.കെ. അബ്ദുറബ്ബായിരുന്നു അന്ന് വിദ്യാഭ്യാസ മന്ത്രി. ഇക്കാര്യങ്ങളെല്ലാം രേഖകളും തെളിവുകളും സഹിതം LDF MLA മാർ സഭയിൽ ഉയർത്തിക്കാട്ടി ആക്രമിക്കുമെന്നും ലീഗ് ഭയപ്പെടുന്നുണ്ട്. പി.കെ. ഫിറോസിന് വീണ്ടും നിയമസഭാ സീറ്റ് ലഭിക്കാതിരിക്കാനും ലീഗിന്റെ അണിയറയിൽ നീക്കങ്ങൾ ശക്തമാണ്. ഇതിന്റെ ഭാഗമായാണ് ഫിറോസിനെതിരെയുള്ള വിവരങ്ങൾ യൂത്ത് ലീഗ് നേതാക്കൾ തന്നെ ജലീലിന് എത്തിച്ചു നൽകുന്നതെന്നാണ് സൂചന. PV കുട്ടൻ, കോഴിക്കോട്.